ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഹനുമാൻ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കണം. മലയാളം ഉണ്ടാകും. കുറേ പേര് എൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമേ കാണാൻ വന്നേക്കണം. ഇപ്പോൾ ഞാൻ OTT കാണാൻ വിചാരിച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ് ഇതൊന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയാം. അതുകൊണ്ട് വന്നാണ്. കണ്ടുകൂടെ എന്തെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ സ്ക്രീൻ 4ലാണ് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇന്റർവെല്ലിനല്ല ജയ ശ്രീരാം എന്നാണ് എഴുതി കാണിക്കണം. എനിക്കറിയാവുന്ന ഞാൻ ഇടപഴകിയിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ടനെ പിടിച്ചതിന് എല്ലാത്തിനും ജയ ശ്രീരാം, ഹരി ഓം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പടം ഹിറ്റാണെന്നുള്ളതാണ്. സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. സത്യം പറയാല്ല, ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ സിനിമ കാണാൻ പോകാനായിട്ടാ. പക്ഷെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കണ്ടു നോക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ ഈ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടാനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആരൊക്കെ എന്നോട് ഈ സിനിമ കാണാൻ പറഞ്ഞു അവരോടൊക്കെ ഞാൻ നന്ദി പറയണം. കാരണം നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കിട്ടി. ഈ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കിയത്, എൻ്റെ ഗൂഗിളിൽ ക്രോമിൽ സെർച്ച് ചെയ്ത ഫസ്റ്റ് കാര്യം ഈ സിനിമയുടെ വിക്കിപീഡിയ പേജ് എടുത്ത് ഇതിൻ്റെ ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ്. ബഡ്ജറ്റ് ഞാൻ നോക്കിയപ്പോഴേക്കും 20 കോടി രൂപയാണ് കാണിച്ചത്. ഇതിനു മുന്നേ ഇതുപോലെ രാമായണം ബേസ് ചെയ്ത് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, ആദിപുരുഷ്. ആ സിനിമയുടെ ബഡ്ജറ്റ് ഞാൻ ഒന്നുകൂടി എടുത്തു നോക്കി. ആ സിനിമയുടെ ബഡ്ജറ്റ് 400 തൊട്ട് 700 കോടി രൂപ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണെന്ന്. ഈ സിനിമ 20, അതായത് ഏകദേശം 25 തവണ, 35 തവണ എന്താണ് കൂടുതലാണ് ആദിപുരുഷിൻ്റെ ബഡ്ജറ്റ്. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് ഞാൻ തുറന്ന് പറയണ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഈ സിനിമയുടെ ഡയറക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് ആദിപുരുഷിൻ്റെ ബഡ്ജറ്റും ആ സ്ക്രിപ്റ്റും ആ കാസ്റ്റും കൊടുത്തിരുന്നെങ്കിൽ പുള്ളി ആ സിനിമ വേറെ ലെവലിൽ എത്തിച്ചാണ് എന്നുള്ളതാണ്. ഈ സിനിമ 20 കോടി രൂപ ബഡ്ജറ്റ് വെച്ച് പുള്ളി ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തിട്ടുണ്ട്. വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 60% ഓഫ് ദി ഫിലിം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാ. ബാക്കി 40% എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം ഒരു ചേരുവകൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് ആ ഒരു 40% എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിനിമ വേറെ ലെവലായതിനെ. പക്ഷെ എനിക്ക് തോന്നുന്നു തെലുങ്ക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സംഭവം കൊണ്ടാണെന്ന് തോന്നുന്നത്. അതായത് ഈ തെലുങ്കിലുള്ള കുറെ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അവിടുത്തെ കുറെ സ്റ്റാർസിനെ എന്താണ് പുകഴ്ത്തി പറയുന്ന കുറെ അവരുടെ കുറെ മാസ് സാധനങ്ങളൊക്കെ നായകന്മാരെ കൊണ്ട് കാണിക്കുന്ന പരിപാടി മിക്ക സിനിമയിലും ഉണ്ടാവാറുണ്ട്. ആ സംഭവം ഇതിനകത്തും ഉണ്ട്. ഈ അവരെ ഒന്നും എന്താ പറയാ പൂജിക്കാതെ അല്ലെങ്കിൽ അവരെ ഒന്നും പുകഴ്ത്തി പാടാതെ സിനിമ എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമ എന്നല്ല കുറേ സ്ഥലത്ത് കാണാറുണ്ട്. ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഏതെങ്കിലും സീനിയർ മോസ്റ്റ് കുറേ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ആക്ടേഴ്സിനെ വല്ല ഡയലോഗോ അവരെ ഭയങ്കര സംഭവമൊക്കെ പറയുന്ന സംഭവമൊക്കെ എല്ലാ സിനിമയിലും കാണാറുണ്ട്. അത് ഇതിനകത്തും ഉണ്ട്. അതെനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ ആവശ്യം എന്താ? ഇവരെ ഒന്നും പൊഴുത്തി പാടിയില്ലെങ്കിൽ സിനിമ ഓടൂലേ, അല്ലെങ്കിൽ അവരുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ സിനിമ പോവുള്ളൂ എന്നുള്ളൊരു തോന്നലേക്ക് എനിക്ക് പലപ്പോഴും വരാറുണ്ട്. അതിപ്പോൾ മലയാളത്തിൽ ചെയ്താൽ പോലും എനിക്ക് വലിയ ദഹിക്കാറൊന്നുമില്ല. ആ ഒരു സാധനം എനിക്ക് ഈ സിനിമയിലും ദഹിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കുറെ ആവശ്യമില്ലാത്ത കുറച്ച് കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോമഡി താരങ്ങളെ കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്ത് കോമഡി പറയിപ്പിക്കുന്ന പരിപാടി തെലുങ്ക് സിനിമയിൽ എപ്പോഴും ഉള്ളതാണ്. അതിപ്പോ കന്നഡ സിനിമയിൽ കുറച്ച് കുറവാണ്, പക്ഷെ തെലുങ്ക് സിനിമയിൽ അത് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തമിഴിൽ ഞാൻ അങ്ങനെ പണ്ടൊക്കെ തമിഴിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഇപ്പൊ കുറച്ച് ഓവർ മസാല പടങ്ങളിൽ മാത്രമേ അങ്ങനെ കോമഡി ചെയ്യാൻ വേണ്ടിയായിട്ട് കോമഡി താരങ്ങളെ കൊണ്ടുവന്നിട്ട് കുറെ ഒട്ടും ചേരാത്ത കോമഡികൾ കുത്തിക്കേട്ടുന്ന പരിപാടി ഞാൻ പൊതുവെ കണ്ടേക്കണ തമിഴും തെലുങ്കിലാണ്. അത് ഇതിനകത്തുണ്ട്. അതും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കണം മച്ചനെ, പുള്ളിയുടെ പേര് പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ആ നടൻ ഒരു ചാമുണ്ട്. ആൾക്കൊരു സൂപ്പർ ഹീറോ, ഒരു യങ്സ്റ്ററിന്റെ ഒരു ഫീലുണ്ട്. ഒരു സ്പൈഡർമാൻ കഥാപാത്രത്തിലെ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന പോലെ ഇതില് ആ ഒരു യങ് ആയിട്ടുള്ള ആ ഒരു സൂപ്പർ ഹീറോ ആവാൻ പോകുന്ന ആ ആൾക്ക് ഒരു ചാമുണ്ട്. ആളെ കണ്ടപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ പഴയ കാലഘട്ടം എനിക്ക് ഭയങ്കരമായിട്ട് രൂപസാദൃശ്യം ഫീൽ ചെയ്തു.
ചേട്ടൻ ഇപ്പം ലക്സംബർഗിലാണ്, വിമൽ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ വിമൽ ചേട്ടൻ്റെ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വിമൽ ചേട്ടനെ കണ്ടിരുന്ന അതേപോലത്തെ ഒരു രൂപം തന്നെ എനിക്ക് ഈ മച്ചാനെ കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. വിമൽ ചേട്ടൻ്റെ താടിയും മീശയും അത്ര ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് ഒതുങ്ങിയിരുന്നേ. പക്ഷേ എവിടെയൊക്കെ എനിക്ക് ഈ ഫുൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിമൽ ചേട്ടനെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരു നായകനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ നായികയാണല്ലോ ഓവർ ആക്ട് ചെയ്തോ അല്ലെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് ഒന്നും കാണിച്ച് വെറുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, നമുക്ക് വെറുപ്പിക്കാത്ത ഒരു നായിക എന്നുള്ളൊരു ആ ഒരു കൺസിഡറേഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ മിക്ക സിനിമകളും കാണുന്നത് പോലെ റൊമാൻറ്റിക് ട്രാക്ക് ഓവറായിട്ട് കാണിച്ച് കുറേ ചറവറ വൈറലാക്കിയ പോലെ പാട്ടുകൾ ഒന്നും ഈ സിനിമയിലില്ല. അതൊക്കെ ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം പാകത്തിനെ പോയിട്ട് ആകെ കുറച്ച് ഞാൻ പറഞ്ഞ ഈ ഫോസ്റ്റ് കോമഡി ആയിട്ടുള്ള ഒരു സംഭവം അല്ലാണ്ട് ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഈവൻ ആ കോമഡി പോലും ചിലതൊക്കെ നമുക്ക് ചിരി വരുത്താനുള്ള രീതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് നമുക്ക് ക്രിഞ്ചടിക്കും, പക്ഷെ എന്നാലും ചിലതെങ്കിലും നമുക്ക് ചിരി വരുന്ന ഒരു സാധനം കിടപ്പുണ്ട് അതിൽ തന്നെ, സംഭവം ഓവറാണെങ്കിൽ പോലും. പിന്നെ വിനയറായി, എനിക്ക് പേഴ്സണലി പുള്ളിയെ ഭയങ്കര ഇഷ്ടം. പുള്ളി ഏത് സിനിമ അഭിനയിച്ചാലും എനിക്ക് പുള്ളീൻ്റെ റോള് മിക്ക സിനിമയിലും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇതിനകത്തും പ്രത്യേകിച്ച് ഫസ്റ്റ് 10 മിനിറ്റ് കാണിക്കുന്ന ഒരു സീക്വൻസും കാര്യങ്ങളുണ്ട്, കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത് അടിപൊളി ക്യാമറ വർക്കാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ചിലയിടങ്ങളുണ്ട് എന്താണ് CGI. പിന്നെ ഒരു വെറുപ്പിക്കൽ എനിക്ക് തോന്നിയതേ, അതെനിക്കൊന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് ഫിലിം ചേംബറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അപ്രൂവൽ കിട്ടാനുള്ള അതിൻ്റെ വെറുപ്പിക്കലിൻ്റെ ഭാഗമൊന്നുമുണ്ട്. എപ്പോഴൊക്കെ അനിമൽസിന് കാണിക്കണം അപ്പോഴൊക്കെ സൈഡിൽ CGI. ഇത് ഞാൻ പണ്ട് ബാഹുബലിയിലും കണ്ടിട്ടുണ്ട്, CGI. അത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ഇത് കണ്ടുകൊണ്ടെങ്കിൽ നമുക്കറിയാതെ CGI, പക്ഷേ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും വാട്ടർ മാർക്ക് ചെയ്തുകൊണ്ട്. അതെനിക്കൊരു വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്ത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് പറയാനുണ്ട് ഈ സിനിമയിൽ. സൗണ്ട് ഡിസൈൻ ഞാൻ കണ്ടത് വനിതമേതയിലുള്ള 2K റെസൊല്യൂഷൻ മാത്രമുള്ള എന്താണ് ഡോൾബി 7.1 ഓഡിയോ ഉള്ള തിയേറ്ററിലാണ്. എന്നിട്ടും അവിടുത്തെ വിഷ്വല് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ ഗുണത്തിൻ്റെ ഭാഗം കൊണ്ടാണോന്നറിയില്ല, വിഷ്വലും സൗണ്ടും അടിപൊളിയായിരുന്നു. നല്ല സൗണ്ട് സിഗ്നേച്ചർ ഉണ്ടായിരുന്നു, സൗണ്ട് ഡിസൈൻ അടിപൊളിയായിരുന്നു, നല്ല സറൗണ്ട് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എന്താണ് അവർ കൊടുത്തിരിക്കുന്ന പ്രിന്റിൻ്റെ ആണോ എന്താണോ കളർ മിക്സ് ചെയ്തതാണ് എന്തിനാണോ അറിയില്ല, സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു പടം ത്രൂ ഔട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാൻഡ്യൂർ ചില സ്ഥലങ്ങളിൽ എനിക്ക് എവിടെയൊക്കെയോ ബാഹുബലി ഫീൽ അടിച്ചു. രാജമൗലി എടുക്കുന്ന സ്റ്റൈലിൽ, അതായത് ഇങ്ങനെ കാടും അതിൻ്റെ വിശാലതയും ഒരു പട്ടുകൂറ്റൻ എന്താണ് നമ്മുടെ ഹനുമാന്റെ കല്ലിൽ തീർത്ത പ്രതിമയൊക്കെ കാണിച്ചുകൊണ്ട് അതൊരു ഗ്രാൻഡ്യൂർ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഏരിയൽ ഷോട്ടൊക്കെ ആയിട്ട് അത് ശരിക്കും ബാഹുബലിയുടെ മറ്റേ മഹിഷ്മതി രാജ്യം കാണിക്കുമ്പോൾ കാണുന്ന ഒരു ഫീല് പോലെ ഇതിനകത്ത് ആ ഒരു സാധനം നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല 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 കിടിലൻ എന്താണ് ഗ്രാഫിക്സും നല്ല വർക്കും അവിടെ എനിക്ക് കാണാൻ പറ്റും. നല്ലൊരു പണിയെടുത്തിട്ടുണ്ട് ആ ഭാഗത്ത്. എന്നാൽ ചിലയിടത്ത് ഭയങ്കര എന്താണ് ആർട്ടിഫിഷ്യാലിറ്റിയും പക്ക, അത് ഗ്രീൻ സ്ക്രീനാണ്, അത് കട്ടൗട്ട് പോലെ ഉള്ള രീതിയിൽ ചില പോർഷൻ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി 2 പോർഷനാണ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിന്നത്. ഒന്ന് ഒരു നായകൻ ഒരു സ്ഥലത്ത് നിന്ന് വീണ് മരിച്ചു പോയി എന്ന് വിചാരിച്ച് നായകൻ നിൽക്കുമ്പോഴേക്കും വേറൊരു ചേച്ചി കൂടെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ ഇവരെന്താണ്ടും അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു, ഒരു വാൾപേപ്പറിന്റെ ഫ്രണ്ട് ഇവർ കയറി നിൽക്കുന്ന പോലെ. ആ CGI ഭയങ്കര ഇങ്ങനെ എന്താ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തായിരുന്നു ആ ഒരു സീൻ. പിന്നെ വേറൊരു സീനിൽ ഇങ്ങനെ ഒരു ഓർഡർ സീൻ കാണിക്കുക, അത് ട്രെയിലറിലും ഉണ്ടെന്നുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 10 ലാംഗ്വേജസിലും കൂടിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അതും ജാപ്പനീസ്, എന്താണ് ചൈനീസ്, അങ്ങനെ കുറേ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് 10 ലാംഗ്വേജിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ട്രെയിലർ കണ്ടുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ എന്താണ് വേറൊരു ഷോട്ട് ഉണ്ടായിരുന്നു, അതാണ് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുക. അതല്ലാതെ വേറെ കുറേ ഷോട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ലൈറ്റിങ് എന്നൊക്കെ പറയാം, എന്ത് കിടില ലൈറ്റിങ് ആയിരുന്നു അറിയാം. അതിങ്ങനെ സിലിയോട്ട് ഷോട്ട് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഈ നമ്മുടെ മറ്റേ സിനിമയില്ലേ അനുരാഗ് ബസു മറ്റേ ബർഫി ചെയ്ത പോലെ അപ്പുറ സൈഡിൽ ഫ്ലെയർ ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് കുറച്ച് ഷോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, വിഷ്വലി തിയേറ്ററിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഷോട്ടുകളൊക്കെ. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു പടം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ, കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിൽ, അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ അതിനാണല്ലോ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. ആ സിനിമ ബോറടിക്കാതെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സിനിമ കുറേയൊക്കെ വിജയിച്ചു എന്നുള്ളതാണ്. ഈ സിനിമയിൽ ബോറടിക്കണ ഏരിയ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കോമഡി വരുന്ന സ്ഥലത്ത് മാത്രമാണ്. അതും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഇത്
ത്രൂ ഔട്ട് ഒരു പക്ക എന്റർടൈനർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് വരും കേട്ടോ. ഞാൻ വേറെ പേരോട് പറയാം, ഞാൻ ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ് ഞാൻ. എന്താണ് അപ്പോൾ എന്താ പറയുക, അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് ഹനുമാന്റെ ബേസ് ചെയ്ത പടമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ ഏതൊരു എനിക്കൊന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക DD നാഷണലും DD മെട്രോ ഒക്കെ കണ്ടു വളർന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഹനുമാൻ എന്നുള്ള ക്യാരക്ടറെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. കാരണം നിങ്ങൾ എന്തായാലും രാമായണവും മഹാഭാരതം അതും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. രാമായണത്തിലുള്ള എന്താ ഹനുമാനെ എങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹനുമാന്റെ. അപ്പൊ ഹനുമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നത്, ഞാനതൊരു ദൈവികമായ സീനിലൊന്നുമല്ല, എനിക്ക് ഹനുമാൻ എന്നുള്ളൊരു ആ ഒരു ക്യാരക്ടർ ഇഷ്ടമാണ് രാമായണയിലുള്ള. അപ്പൊ ആ ഹനുമാൻ എന്നുള്ള ഒരു സംഭവം ഇവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിലുള്ളവർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പക്ക സൂപ്പർ ഹീറോ പടമാണ്. ഞാൻ വിചാരിച്ചത് ഇതെന്തോ ഹനുമാന്റെ ടൈപ്പ് സാധനമായിരിക്കുന്നു, പക്ഷെ ഇതിനകത്ത് ഹനുമാൻ എന്നുള്ള ഒരു എലമെന്റേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ക സൂപ്പർ ഹീറോ പടത്തിൽ ഹനുമാന്റെ സംഭവം ബ്ലെൻഡ് ചെയ്തേക്കനാണ്. ഹനുമാനിലൂടെ ഹനുമാന്റെ പവർ കൊണ്ട് സൂപ്പർ ഹീറോ ആവുന്ന ഒരാളെന്നുള്ള സംഭവമാണ്. ടുവേർഡ്സ് എൻഡാണ് ഹനുമാന്റെ ഒരു സംഭവം വരുന്നത്. ഈവൻ ടുവേർഡ്സ് എൻഡ് വരുന്നിടത്തും ഹനുമാനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതാണ് വേറെ രസം. അതിപ്പോ ആദിപുരുഷ് കണ്ടപ്പോഴേക്കും മറ്റേ ബേക്കറിയിലെ ബണ്ണ് വായിൽ വെച്ചിട്ട് വന്ന ഒരു സീനായിരുന്നു, ബാലേക്ക് പോണ അവസ്ഥയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ ഇതിനകത്ത് ഹനുമാനൊരു ഓജസ്സും തേജസ്സും ഉള്ള ഹനുമാൻ എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോഴേക്കും എന്നെ പൊളിച്ച് സംഗീതം സുടാപ്പിയൊന്നും ആക്കരുതട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇതൊന്നും അങ്ങനെ ഒന്നും കാണുന്ന വ്യക്തിയല്ല. സിനിമ മാത്രമായിട്ട് കാണുന്ന വ്യക്തിയാണ്. എന്താണ് ഇതുപോലെയുള്ള വേറെ കുറെ പടങ്ങൾ ഈ അടുത്ത് മറ്റേ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ നമ്മുടെ മാളികപ്പുറമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ സിനിമ. അപ്പോൾ എന്നെ കൊണ്ടായിട്ട് മറ്റേ സംഗീത സുടാപ്പിയൊന്നും ആക്കരുത്, ആദ്യമേ പറയണതാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് എന്റർടൈനിങ് ആയി തോന്നിയോ ഇല്ലയോ, ഇതൊക്കെ ഞാൻ പറയാറുള്ളൂ. അല്ലാണ്ട് ഞാൻ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും സിനിമയെ സമീപിക്കുന്ന ആളെ അല്ല. ഈ പറഞ്ഞ 3 സാധനങ്ങളോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയുന്നു എന്നുള്ളൂ. എന്തായാലും എന്താ പറയുക, ഈ സിനിമ ഹനുമാൻ എന്നുള്ള ക്യാരക്ടറിനോട് കുറച്ച് ജസ്റ്റിസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഹനുമാനെ കാണിച്ചപ്പോൾ അത് നല്ല രസമായിട്ട് തന്നെ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന് തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഉണ്ട്. എൻഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, സെക്കൻഡ് പാർട്ട് ഇവന്മാർ ഇനി എന്താ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് അവരെങ്ങനെ പുൾ ഓഫ് ചെയ്യണമെന്നുള്ളത് കാണാൻ എനിക്കൊരു കൗതുകമുണ്ട്. അതെങ്ങനെ ചെയ്യും, നന്നായിട്ട് ചെയ്യുമായിരിക്കുമോ. കാരണം ഇത് വെറും 20 കോടി രൂപ ബഡ്ജറ്റിൽ, ഇപ്പം ഞാൻ ആ വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടത് 70 കോടി രൂപ ഇപ്പം തന്നെ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ബഡ്ജറ്റ് 20 കോടിയിൽ നിന്ന് ഇപ്പം തന്നെ ഈ ഇറങ്ങി എത്ര 3-4 ദിവസമായിട്ടുള്ളൂ, അപ്പം തന്നെ 70 കോടി കളക്ട് ചെയ്തെന്നാണ് ആസ് പെർ വിക്കിപീഡിയ പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത പടത്തിന് നല്ല ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബഡ്ജറ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് യൂസ് ചെയ്യുമോ, വൃത്തിക്ക് മെനക്കോ എടുക്കുമോ എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹമുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സെക്കൻഡ് പടം കാണും. കാരണം ഈ സിനിമ വളരെ എന്റർടൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഞാൻ മനസ്സുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആദിപുരുഷൻ എന്നുള്ള സിനിമ ഈ മനുഷ്യൻ ഡയറക്ട് ചെയ്തത് എങ്ങനെയാണ്. ഈ പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞ ആളുടെ പടം ഞാൻ ഇത് മുന്നേ ഒന്നും കണ്ടിട്ടില്ല. എനിക്കറിയാം സോംബി റെഡി എന്ന് പറഞ്ഞ പടം പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അതിന് മുന്നേ വേറെ ഒരു പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ 2 സിനിമകളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും ഞാൻ സോംബി റെഡി ഒന്ന് കണ്ടുപോകും. കാരണം ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പക്ക ത്രൂ ഔട്ട് സോംബി കോമഡി പടമാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതുപോലെ ഒരു ഹിന്ദി പടം പണ്ട് ഞാൻ കണ്ടത് ഗോവ ഗോ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്, രാജൻ ഡി കെയുടെ. അപ്പോൾ അതുപോലെ എന്തൊരു പടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാനത് കണ്ടു നോക്കുന്നുണ്ട്. എന്തായാലും പ്രശാന്ത് വർമ്മ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം ഈ ഒരു 20 കോടി രൂപ വെച്ചിട്ട് നിങ്ങൾ ഇത്രത്തോളം പുൾ ഓഫ് ചെയ്തില്ല, അതിനെനിക്ക് ബഹുമാനമുണ്ട്. കാരണം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേറൊരു ടീമാണ് മറ്റേ നിങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, ആള് ബോളിവുഡിൽ നിന്നാണ്. എനിവേസ് എന്താണ് ആദിപുരുഷ് ചെയ്തു വെച്ചത് നിങ്ങൾ കണ്ടാണല്ലോ, 400 തൊട്ട് 700 കോടി രൂപ വെച്ചിട്ട് എന്ത് അപരാധമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് എന്നെ സംബന്ധിച്ച് അതൊരു ലോക അപരാധ പടമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ഡയറക്ടറിനായിരുന്നു ആ ബഡ്ജറ്റും സ്ക്രിപ്റ്റും ആക്ടേഴ്സിനെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ വേറെ ലെവലിരുന്നാനെന്നാണ് എനിക്ക് തോന്നിപ്പോയ കാര്യം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. ഒരു തറോ എന്റർടൈനർ. നിങ്ങൾ ലോജിക്കോ സംഭവം അതൊന്നും നോക്കുക, ഇതൊരു പക്ക പോപ്കോൺ പടമാണ്. പിന്നെ പിള്ളേർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പക്ക ഫാമിലി പടമാണ്. ഫാമിലിനെ കൊണ്ടുപോയി ഇപ്പം എൻ്റെ അമ്മയൊക്കെ ഈ സിനിമ നല്ല സൂപ്പറായിട്ടിരുന്ന് എൻജോയ് ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു.
അപ്പൊ എനിക്ക് തോന്നുന്നു വീട്ടുകാരായിട്ട് പോവാൻ പറ്റിയ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് പോരായ്മ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഡബിങ്ങും അതുപോലെ തന്നെ എഴുത്തുമാണ്. ഈ സിനിമ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ റൈറ്റിങ്ങിന്റെ അല്ല, അതായത് ഈ സിനിമ തുടങ്ങുമ്പോഴേക്കും ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ക്രെഡിറ്റ്സ് ഒക്കെ കാണിക്കുമല്ലോ. ആ സമയത്ത് കൂട്ടക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചേക്കണം കണ്ടെങ്കിൽ ചിരിച്ച് ചാവും നമ്മൾ. കാരണം ഏതോ മറ്റേ എനിക്കൊന്ന് ട്രാൻസ്ലേറ്ററിൽ ഇട്ട് അടിച്ച് ചെയ്ത സീനാണ് എനിക്ക് തോന്നിയത്. ചിലതൊക്കെ കൂട്ടക്ഷരം വന്നേക്കണൊക്കെ മൊത്തം കൊളായ ഏതോ മര്യാദക്ക് തർജ്ജിമ ചെയ്യാൻ അറിയാൻ പാടാത്ത എന്താ ആപ്പ് വെച്ചിട്ട് കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്തൊരു അവസ്ഥയാണ്. ഒരു ലേസി ട്രാൻസ്ലേഷൻ ഫീലാണ് എനിക്ക് കിട്ടിയത് എന്തായാലും. പിന്നെ അതുപോലെ ഡബിങ് ചിലടുത്ത് എനിക്കൊന്നത് ഭാഷ നമ്മുടെ മലയാളം ഭാഷയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവര് തെലുങ്കിൽ ഉള്ള സാധനം നേരെ മലയാളത്തിലേക്ക് ആക്കിയപ്പോഴേക്കും എന്താണ് ഈ കുറെ സ്ഥലത്തൊക്കെ വല്ലാത്ത ടൈപ്പ് ഡയലോഗ്സ് ആയിപ്പോയി. ചിലതൊക്കെ നമുക്ക് ശരിക്കും ചിരി വരും കേട്ടോ. ഇങ്ങനെയൊക്കെ മലയാളികൾ ആരും സംസാരിക്കില്ല, അല്ലെങ്കിൽ സിനിമയിൽ ഇങ്ങനെ രീതിയിൽ സംസാരിച്ച് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ ചില സാധനങ്ങൾ ചില ഡയലോഗൊക്കെ നമുക്ക് ക്രിഞ്ച് അടിക്കും. ഡബിങ് കുറച്ചുകൂടി മെച്ചമാക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ നായകന്റെ ഡബിങ് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നി, നായികയുടെ ഡബിങ് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് വരലക്ഷ്മി ശരത് കുമാറിന്റെയും നമ്മുടെ രാധികയുടെയും മകള് വരലക്ഷ്മി ഉണ്ട്. ആസ് ഓൾവേസ് നല്ലൊരു ബോൾഡ് ക്യാരക്ടർ, പുള്ളിക്കാരി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പടത്തെ പറ്റി തോന്നിയത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് ലൈക്ക് ഈ അടുത്ത് ഞാൻ കണ്ട രാമായണ ബേസ്ഡ് പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഫാർ 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 സുപ്പീരിയർ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് ത്രൂ ഔട്ട് രാമായണ ബേസ് ഒന്നുമല്ല, ഹനുമാൻ എന്നുള്ള കാര്യം ഞാൻ ഇതൊരു സൂപ്പർ ഹീറോ പടമാണ്. സൂപ്പർ ഹീറോ പടത്തിന് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇതിൽ 2 സീൻ പക്കാ മിന്നൽ മുരളിയിലെ 2 സീനുണ്ടായിരുന്നു. ഒന്ന് മറ്റേ ഇടിക്കുമ്പോൾ മതിൽ പൊളിഞ്ഞു പോണ ഒരു സീനും, ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ഡോറ് പൊളിഞ്ഞ് കയ്യിൽ വരുന്ന സീനും. ഇതിൽ തന്നെ നായകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എടേ ഇതൊക്കെ തന്നെയാണ് എല്ലാ സൂപ്പർ ഹീറോയും ചെയ്യണതെന്ന്. അപ്പൊ ഒരു ആലോചിക്കുമ്പോൾ ശരിയാണ്, കാരണം സൂപ്പർ ഹീറോന് ചെയ്യാൻ പറ്റുന്ന എല്ലാം മാക്സിമം ഇപ്പൊ ഇത്രയും വർഷങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ എന്താണ് എത്ര പുതിയ സൂപ്പർ ഹീറോ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ സിനിമയെ തന്നെ അതിനൊരു റീസണിങ് പറയുന്നുണ്ട്. എന്നാലും ആ സീൻ കണ്ടപ്പോ എനിക്ക് ഒരു ദേശീയ സൂപ്പർ ഹീറോ നമ്മുടെ സ്വന്തം എന്താണ് മിന്നൽ മുരളി സീനാണ് തോന്നിയത്. ഇത് എനിക്ക് തോന്നുന്നത് തെലുങ്ക് ഭാഷ കണ്ട കുറച്ചുകൂടി രസമായിരിക്കും. അത് മാത്രമല്ല തെലുങ്ക് ഓഡിയൻസ്, ആന്ധ്രയിലുള്ള ഓഡിയൻസിന് എനിക്കൊന്ന് കുറച്ചുകൂടി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കൾച്ചറിന്റെ രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും. ഇതാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഇടുക. ഈ സിനിമ എന്നോട് തിയേറ്ററിൽ പോയി കാണാൻ പറഞ്ഞവരോട് വലിയ നന്ദിയും പറയുന്നു. അപ്പോൾ എന്തായാലും നാളെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.